വലിയങ്ങാടിയിൽ നിന്ന് നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നമ്മുടെ കൂടെ. നിഖിൽ, വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എവിടെ ആർക്ക് പിഴച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നിഖിൽ? അമൃത, ഇന്ന് രാവിലെ 11:53 കൂടിയിട്ടാണ് നാടിന് നടുക്കിയ ഈ ദുരന്തമുണ്ടായത്. 3 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന ദാരുണാന്ത്യം സംഭവിക്കുന്ന ആ അപകടമുണ്ടായത് ഇന്ന് രാവിലെ 11:53 കൂടിയാണ്. ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള കടയിലെ CCTV ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ഈ തകർന്നു വീഴുന്നതില്ലെങ്കിലും ഇത് കണ്ട് എത്രത്തോളം വലുതാണ് ഈ അപകടം, ഈ അപകടത്തിൻ്റെ വ്യാപ്തി അത് എത്രത്തോളം വലുതായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ് നമ്മൾ ആ കാണുന്ന CCTV ദൃശ്യങ്ങൾ. അപ്പോൾ ഈ സിമെൻ്റൊക്കെ സൂക്ഷിക്കുന്ന ഈ ഗോഡൌണിന് മുന്നിൽ ഇരിക്കുകയായിരുന്ന 7 പേർ, അങ്ങനെ 7 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 2 പേർ ഒരു ഭാഗത്ത് നിന്ന് ഈ സ്ലാബ് തകർന്നു വീഴുന്നത് കാണുമ്പോൾ തന്നെ ഓടി രക്ഷപ്പെടുകയാണ്. ബാക്കി 5 പേർ ഇതിനടിയിൽ അകപ്പെട്ടു പോകുന്നു. ഇതിൽ 3 പേരുടെ അവസ്ഥ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ വളരെ ഗുരുതരമായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയ സമീപത്തുള്ള കടയിലുള്ള ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ വളരെ മോശം അവസ്ഥയിലാണ് അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. വളരെ വേഗത്തിൽ പോലീസിനെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് സംഘത്തെയും ഒക്കെ ഇവിടേക്ക് എത്തിച്ചു. ഇപ്പോൾ ആ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിനടിയിൽ മനുഷ്യജീവനുകളായിരുന്നെങ്കിൽ എങ്ങനെ അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇവിടെ മറ്റൊരു ഇരുചക്ര വാഹനം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അടിയിലാണ്, അതിലൊരു പാവ മനുഷ്യൻ്റെ ചെരുപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അടിയിലായിരുന്നു ഈ ആളുകൾ അകപ്പെട്ടു പോയത്. ഇവിടെ ഓടിക്കൂടിയ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ, സമീപത്തുണ്ടായിരുന്ന കടകളിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി സമീപത്തുള്ള ആശുപത്രി എന്നുള്ള നിലയ്ക്ക് ബീച്ച് ആശുപത്രിയിലേക്ക് അവരെ എത്തിക്കുകയായിരുന്നു. പക്ഷേ ആ 3 ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവരൊക്കെ തൊട്ടരികിലെ കടകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവിടെയുള്ള ആളുകളുടെ കണ്ണീരും നോവും വേദനയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് തന്നെ സമീപകാലത്ത് പോലും ഈ ബിൽഡിങ്ങിൽ, അതായത് 10-60 വർഷം പഴക്കമുള്ള, ഒരു കാരണവശാലും പ്രവർത്തിപ്പിക്കാൻ പാടില്ലാത്ത ഈ കടയിൽ, ഒരു തരത്തിലുമുള്ള NOC ലൈസൻസുകൾ നൽകാൻ പാടില്ലാത്ത ഈ കെട്ടിടത്തിൽ സമീപകാലത്ത് പോലും ഒരു സ്ഥാപനം ആരംഭിച്ചിരുന്നു എന്നുള്ളത് കോർപ്പറേഷൻ അനാസ്ഥ വ്യക്തമാക്കുന്ന കാര്യമാണ്. നിരവധി കെട്ടിടങ്ങൾ ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പഴയ പാസ്പോർട്ട് ഓഫീസാണ്. പുതിയ പാസ്പോർട്ട് ഓഫീസ് വന്നിട്ടും ഈ പഴയ പാസ്പോർട്ട് ഓഫീസ് വാടകയ്ക്ക് കൊടുക്കാൻ, അത് ഇത്രയും ഉറപ്പില്ലാത്ത, ഇത്രയും ബലക്ഷയമുള്ള കെട്ടിടം വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ച ആ കോർപ്പറേഷൻ നടപടിയെ നമ്മൾ എത്ര വിമർശിച്ചാലും മതിയാകില്ല. അതിന് എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് മുന്നോട്ട് വന്നാലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ ഒരു ജിമ്മ് പ്രവർത്തിക്കുന്നുണ്ട്, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കെട്ടിടമാണ് ഇപ്പോൾ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ 2 വാദങ്ങളാണ് കോർപ്പറേഷൻ മേയർ പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഈ കെട്ടിടത്തിന് എങ്ങനെ അനുമതി കൊടുത്തു എന്നുള്ള കാര്യത്തിൽ തനിക്ക് വ്യക്തതയില്ല എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് പറഞ്ഞത് യാതൊരു തരത്തിലുള്ള അൺഫിറ്റ് സാഹചര്യവും ഈ കെട്ടിടത്തിന് ഇല്ല എന്നുള്ളതാണ്. ഇത് സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. കാരണം ഈ കെട്ടിടം കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും എങ്ങനെയാണ് ഈ കെട്ടിടത്തിന് അനുമതി കൊടുക്കുക. ഇത് അൺഫിറ്റ് ആണ് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമാണ്. പിന്നെ എങ്ങനെയാണ് മേയർക്ക് അത് വ്യക്തമാകാത്തത് എന്നുള്ള കാര്യത്തിൽ നമുക്കത് മനസ്സിലാകുന്നില്ല, എങ്ങനെയാണ് അദ്ദേഹം ആ കാര്യം പറയുന്നത് എന്നുള്ളത്. എന്തായാലും ഒരുപാട് വ്യാപാരികളും ഇവിടെ സമീപത്തുള്ള തൊഴിലാളികളും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നതാണ്. ഈ കെട്ടിടത്തിൻ്റെ പരിമിതി, ഇതിൻ്റെ പോരായ്മ, ഇതിനെക്കുറിച്ചൊക്കെ നന്നായി അറിയാവുന്ന ആളുകളാണ്. നിങ്ങളിവിടെ ജോലി ചെയ്യുന്ന ആളുകളാണോ? പറഞ്ഞിട്ട് വന്നതാ. ഈ കെട്ടിടം ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. ഇത് പണ്ട് പാസ്പോർട്ട് ഓഫീസായിരുന്നു. പിന്നെ അത് പാസ്പോർട്ട് ഓഫീസ് പോയിട്ട് തന്നെ ഒരു 25-30 കൊല്ലത്തിനടുത്ത്. പിന്നീടുള്ള പാസ്പോർട്ട് ഓഫീസ് മാറ്റിയിട്ട് തന്നെ അത്രയും കൊല്ലമായി. അത്രയും മോശം അവസ്ഥയിൽ കിടക്കുന്ന കെട്ടിടമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ പോലീസിന്റെ സാന്നിധ്യമൊക്കെ ഉണ്ട്. ഇനി മേയർ പറഞ്ഞത് ഒരു സ്ഥാപനവും ഇവിടെ പ്രവർത്തിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു വാദം കൂടി വരുന്നുണ്ട്. അതായത് ഈ കോർപ്പറേഷൻ പൊളിക്കാൻ നിശ്ചയിച്ചിരുന്ന, കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി പൊളിക്കാൻ നിശ്ചയിച്ചിരുന്ന കെട്ടിടങ്ങളുടെ പട്ടികയിൽ ഈ കെട്ടിടവും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടുത്തെ കടയുടമകൾ സ്റ്റേ നൽകിയതിനെ തുടർന്നാണ് ഇത് കെട്ടിടം പൊളിക്കാതെ നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്നുകൂടി പറയുന്നുണ്ട്. അക്കാര്യത്തിലൊരു വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്നിരിക്കെ പോലും അത്തരമൊരു വാദം കൂടി ഇപ്പോൾ കോർപ്പറേഷൻ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമാണ് കോർപ്പറേഷനെതിരെ ഉയരുന്നത്. പ്രതിപക്ഷം അതിശക്തമായിട്ടുള്ള നിലപാടുകളും നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും ഈ കെട്ടിടത്തിൻ്റെ ഒരു അവസ്ഥ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് മൃത. കാരണം എത്രത്തോളം മോശം അവസ്ഥയിലാണ് ഈ കെട്ടിടം ഇത്രയും നാൾ പ്രവർത്തിച്ചു പോകുന്നത് എന്ന് നമ്മൾ അത്ഭുതകരമായി കാണുകയാണ്. വലിയങ്ങാടിയിലെ നിരവധി കെട്ടിടങ്ങൾ ഈ തരത്തിൽ തന്നെ ഉണ്ട്. നമുക്കറിയാം, ചെറിയ ചെറിയ കെട്ടിടങ്ങൾ, അടുത്തടുത്ത് കെട്ടിടങ്ങളാണ്. അപ്പോൾ അതിനിടയിലെ ഒരു കെട്ടിടമാണ് തകർന്നു വീണ് 3 ജീവനുകൾ പൊലിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. 3 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നമ്മൾ എന്തൊക്കെ വാദങ്ങൾ നിരത്തി ന്യായീകരിച്ചാലും അതൊന്നും ആ ജീവനുകൾക്ക് തുല്യമാകില്ല. രാവിലെ അന്നന്നത്തെ അന്നം കണ്ടെത്തുന്നതിന് വേണ്ടി ജോലിക്ക് വന്ന 3 തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവർക്ക് എന്ത് മടക്കി കൊടുത്താലാണ് മതിയാവുക? വൈകിട്ട് ഇവർ തിരികെ വരുന്നത് കാത്തിരിക്കുന്ന മക്കളുണ്ടാകും, ഭാര്യമാരുണ്ടാകും. അവരോടൊക്കെ എന്ത് മറുപടിയാണ് നൽകാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് കെട്ടിടങ്ങൾ. വലിയങ്ങാടി ആ ഭാഗത്തോട്ടൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാവുന്നത് തന്നെയാണ് അവിടുത്തെ ആ ഒരു അവസ്ഥ
എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ എത്രയൊക്കെ ഫിറ്റാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ആ കെട്ടിടത്തിൻ്റെയൊക്കെ അവസ്ഥ പരിശോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതിനു ശേഷം അല്ല അത് ഉണ്ടാകേണ്ടത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ശരി, നിഖിൽ പ്രമേശാണ് വലിയങ്ങാടിയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.